ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനി നിയർലി 23 ഡേയ്സ് കൂടിയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഡിസംബർ 20-നാണ് എക്സാം. സോ നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സ്ലൈഡിലോട്ട് നോക്കുക. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഏകദേശം വെസ്റ്റേൺ ഗാർഡ്സും മറ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻസ്, ക്ലൈമറ്റ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ IT ആക്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതേപോലെ ത്രട്ടൻഡ് സ്പീഷീസ് IUCN ലിസ്റ്റിലുള്ളത് വെസ്റ്റേൺ ഗാർഡ്സിൽ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ്, ഇതൊക്കെ ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ക്ലാസ് തന്നെ പറഞ്ഞു. ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്തു. കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. എങ്കിലും ഇനിയിപ്പോൾ നമുക്ക് 23 ദിവസങ്ങളാണുള്ളത്. അതിലൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു 2-3 ക്ലാസ്സോടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് പൂർണ്ണമായിട്ട് തീരും. സോ ക്ലാസ് ഫോളോ ചെയ്ത എല്ലാവർക്കും നന്ദി. അതിനുശേഷം നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ട കുറച്ച് വാല്യൂ അഡീഷണൽ ക്ലാസ്സസ് കൂടി ഞങ്ങൾ തരും. സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമല്ല, മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് എന്തൊക്കെയാണോ ചോദിക്കാൻ സാധ്യതയുള്ളത്, പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നമ്മൾ 23 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് നമുക്ക് ബാക്കിയുള്ളത് വൈൽഡ് ലൈഫ് കൺസർവേഷൻസ് ആണ്. അതേപോലെ വൈൽഡ് ലൈഫ് ട്രേഡ്, ഇങ്ങനെയുള്ള കുറച്ച് ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറി മുഴുവൻ കവർ ചെയ്തൊരു ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, ഈ മെയിൻ ആയിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആക്റ്റും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2-3 ക്ലാസ്സുകളിലൂടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് നമുക്ക് തീരും. സോ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റായി സ്ട്രാറ്റജൈസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ നമുക്ക് നിയർലി 2-3 ദിവസം തന്നെ മതിയാവും. അതിന് ഒരുപാട് ഡാറ്റ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇല്ല. കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒരു 2 ദിവസം 3 ദിവസം, അതിൽ കൂടുതൽ എഫേർട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മിനിമം 17 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറ്റും, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, വൈൽഡ് ലൈഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വന്യജീവി. എന്തായി വന്യജീവി എന്ന് പറയുന്നത്? അതായത് അതിൻ്റെ പേരുള്ളത് പോലെ തന്നെ വന്യമായി ജീവിക്കുന്നവയാണ്. അതായത് മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ വനങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ, അതിൻ്റെ എക്കോസിസ്റ്റം എവിടെയാണോ ഹ്യൂമണുമായിട്ട് ഡയറക്റ്റ് ടച്ച് വരാതെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ കോമൺ ആയിട്ട് എന്താ വന്യജീവിയായിട്ട് കണക്കാക്കും. ഓക്കെ, ഇത്ര ഉള്ളത്. അതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനേഷനാണ് വൈൽഡ് ലൈഫിൻ്റെ. ഓക്കെ, ശരി. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വൈൽഡ് ലൈഫ് ട്രേഡിനെ പറ്റിയാണ്, അഥവാ വന്യജീവി വ്യാപാരത്തിനെ പറ്റി. അതുമായി ബന്ധപ്പെട്ട 2 ഇമ്പോർട്ടൻ്റ് കൺവെൻഷൻസ് ആണ് സൈറ്റ്സ്, പിന്നെ അതേപോലെ ട്രാഫിക്. ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെ ഈ ഭാഗത്ത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സൈറ്റ്സും ട്രാഫിക്കും. ഓക്കെ, അപ്പം നമുക്ക് വന്യജീവി വ്യാപാരം എന്താണെന്ന് നോക്കാം. എന്താ വന്യജീവി വ്യാപാരം? വൈൽഡ് ലൈഫ് ട്രേഡ് അറിയാലോ, സിമ്പിളാണല്ലോ. അതായത് വന്യജീവികളെയോ അവരുടെ ശരീരഭാഗങ്ങളെയോ ഉൽപ്പന്നങ്ങളെയോ കച്ചവടം ചെയ്യുന്നതിനെയാണ് വന്യജീവി വ്യാപാരം എന്ന് പറയുന്നത്. ഇത് നിയമപരമായും നിയമവിരുദ്ധമായും നടക്കുന്നു. എന്താ അങ്ങനെ നിയമപരമായി നടക്കുന്ന വന്യജീവി വ്യാപാരവും നിയമവിരുദ്ധമായി നടക്കുന്ന വന്യജീവി വ്യാപാരവും എന്താ? അതായത് നമുക്കറിയാം, പല വന്യജീവികളും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളവയാണ്. അല്ലെങ്കിൽ ഇതിന് പല രാജ്യങ്ങളും അവരുടെ റിസർച്ചിന് വേണ്ടി, മെഡിക്കൽ റിസർച്ചിന് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നിയമപരമായി രാജ്യങ്ങൾ തമ്മിൽ വന്യജീവികളെ ട്രേഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ ചീറ്റേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഓക്കെ, കെനിയയിൽ നിന്ന് ചീറ്റേനെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. ഇത് നിയമപരമാണോ? നിയമപരമാണ്. ഓക്കെ, അങ്ങനെ നിയമപരമായി ട്രേഡ് ചെയ്യാറുണ്ട് രാജ്യങ്ങൾ തമ്മിൽ വന്യജീവികളെ. എന്നാൽ നിയമവിരുദ്ധമായി നടക്കാറുണ്ട്. നിയമവിരുദ്ധമായി നടക്കുന്നത് എന്തൊക്കെയാ? നിങ്ങൾ കാണാറില്ലേ? ആനക്കൊമ്പ് കടത്ത്, അല്ലെങ്കിൽ നക്ഷത്രാമേനെ കടത്തി, ഇങ്ങനെയൊക്കെ കാണാറില്ലേ? ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടും നടത്താറുണ്ട്. കാരണം ഇതൊക്കെ വളരെയധികം വാല്യൂ ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ നിയമവിരുദ്ധമായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അത് അതിൻ്റെ എക്കോസിസ്റ്റത്തിന് വളരെയധികം ഭീഷണിയാണ്. അതായത് ഇപ്പോൾ ഒരു ജീവിയുടെ നോർമൽ വാസസ്ഥലം അല്ലാത്തൊരു സ്ഥലത്തോട്ട് ആ ജീവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ഇപ്പോൾ ആന നമുക്കിവിടെ അത്യാവശ്യത്തിന് ആനകളുള്ള ഒരു സ്ഥലമാണല്ലോ കേരളം. അപ്പോൾ ഇവിടുത്തെ ആനകളെ മുഴുവൻ ആനക്കൊമ്പിന് വേണ്ടി വേട്ടയാടി തട്ടി മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടുത്തെ എക്കോസിസ്റ്റം തകരും. അതേപോലെ ഇവിടെ ഇല്ലാത്തൊരു ജീവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അപ്പോഴും ഇവിടുത്തെ എക്കോസിസ്റ്റം തകരും. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ നിയമപരമായിട്ടും നിയമവിരുദ്ധമായും നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിന്, വൈൽഡ് ലൈഫിന്റെ എക്സ്റ്റിങ്ഷൻ ഇത് കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് സൈറ്റ്സ് എന്താന്ന് നോക്കാം. സൈറ്റ്സിന്റെ ഫുൾ ഫോം നോക്കിക്കോളൂ. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. ഓക്കെ, എന്താ ഫോണ ഫ്ലോറ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. അവിടുത്തെ
സസ്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ വന്യമൃഗങ്ങളെയാണ് ഈ ഫോണ ഫ്ലോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി, നമുക്ക് ഇവിടെ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുന്ന ഒരു ബഹുരാഷ്ട്ര ഉടമ്പടിയാണ് സൈറ്റ്സ്. ഓക്കെ, ഇത് നിലവിൽ വന്നത് എപ്പോഴാ? 1973. ഞാൻ അന്ന് ഓർഗനൈസേഷൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഓർഗനൈസേഷൻ പഠിക്കുമ്പോഴും അതെപ്പം നിലവിൽ വന്നു, അതിന്റെ ഉദ്ദേശം എന്താ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ, പിന്നെ എന്തെങ്കിലും അതിന് സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ, അതിനെന്തെങ്കിലും വർഗീകരണങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതുപോലെ തന്നെ നോക്കുക. നിലവിൽ വന്നത് എപ്പോഴാ? 1973 ഓക്കെ, എത്ര രാജ്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല, 154 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡിലാണ്. അത് ഓർത്തിരിക്കുക. 1970 നിലവിൽ വന്നു, ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലാണെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ? വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ വ്യാപാരം നിയന്ത്രിക്കാൻ ഉള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഇത്. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, സൈറ്റ്സ് അനുസരിച്ച് ജീവികളെ 3 അനുബന്ധങ്ങളിലായി 3 അപ്പൻഡിക്സുകളായി തിരിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ നിങ്ങൾ. അനുബന്ധം 1 എന്താ? വംശനാശത്തിന്റെ വക്കിലെത്തിയ ജീവികൾ, ഇവയുടെ വ്യാപാരം കർശനമായി നിയന്ത്രിച്ചിരിക്കുന്ന ജീവികളെയാണ് അനുബന്ധം 1 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാ? സീ ടർട്ടിൽസ്, കടലാമ, ഗൊറില്ല, അതേപോലെ ജയന്റ് പാണ്ട. ഇതൊക്കെ എന്താ? വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ജീവികളാണ്. ഇവയുടെ വ്യാപാരം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? ഇവർക്ക് പൂർണ്ണമായും വംശനാശം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രേഡ് കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവരെയാണ് അപ്പൻഡിക്സ് 1 കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. ഓക്കെ, 1 ഭയങ്കരമായ കർശനമായ നിയന്ത്രണമുള്ള ഇതാണെന്ന് ഓർത്തിരിക്കുക, അനുബന്ധം 1. ഓക്കെ, നെക്സ്റ്റ് അപ്പൻഡിക്സ് 2. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിലവിൽ വംശനാശ ഭീഷണി ഇല്ലെങ്കിലും വ്യാപാരം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവയ്ക്ക് വംശനാശ ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുള്ള ജീവികളാണ് അപ്പൻഡിക്സ് 2 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നിലവിൽ ഇവയ്ക്ക് ഭീഷണിയൊന്നുമില്ല, ചെറിയ ചെറിയ ഭീഷണികളേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ വ്യാപാരം നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വംശനാശം സംഭവിക്കും. ഓക്കെ, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഇനി അപ്പൻഡിക്സ് 3 എന്താ? ഏതെങ്കിലും ഒരു രാജ്യത്ത് സംരക്ഷിക്കപ്പെടുകയും വ്യാപാരം നിയന്ത്രിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളുടെ സഹായം ആവശ്യമുള്ളതുമായ ജീവികൾ. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതിനെ നിയന്ത്രിച്ചിട്ടുണ്ടാവാം, സംരക്ഷിച്ചിട്ടുണ്ടാവാം. അതേപോലെ ഇതിന്റെ വ്യാപാരം തടയുന്നതിന് മറ്റ് രാജ്യങ്ങളുടെ കൂടി സഹായം അവർക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ജീവികളാണ് അപ്പൻഡിക്സ് 3 വരുന്നത്. ഓക്കെ, കാരണം ഇവരുടെ ട്രേഡ് നടന്നു കഴിഞ്ഞാൽ ഇവരുടെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ടാവും ഇത്തരം ജീവികൾ. അവയാണ് അപ്പൻഡിക്സ് 3 പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു നിയന്ത്രണങ്ങൾ കുറഞ്ഞു വരിക എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അനുബന്ധം 1 കൂടുതൽ നിയന്ത്രണമാണ്, എന്നാൽ അത് 2ലും 3ലോട്ടും വരുമ്പോൾ നിയന്ത്രണം കുറച്ച് കുറഞ്ഞു പോകും. അങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ട്രാഫിക്, ദ വൈൽഡ് ലൈഫ് ട്രേഡ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്. ഒരു മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ആണ് ട്രാഫിക്. വന്യജീവി വ്യാപാരം നിരീക്ഷിക്കുന്ന, അതിന്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ വന്യജീവി വ്യാപാരം നിരീക്ഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയാണ് ട്രാഫിക്. ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ശരി, അപ്പോൾ ഈ സംഘടന പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1976 ഇത് സ്ഥാപിതമായത്. ഏതൊക്കെയാ? വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചറും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെയും സംയുക്ത സംരംഭമാണിത്. ഈ 2 ഓർഗനൈസേഷൻസും നമ്മൾ നേരത്തെ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ് പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു. അത് കാണാത്തവർ കാണുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, IUCN WWF ഒക്കെ. ശരി, സോ ഇവർ രണ്ടുപേരും ചേർന്നാണ്, ഇവരുടെ ഒരു സംയുക്ത സംരംഭമാണ് ട്രാഫിക് എന്ന് ഓർത്തിരിക്കുക. 1976 ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് UK കാംബ്രിഡ്ജിലാണ്. ഓക്കെ, ഇവരുടെ ഡ്യൂട്ടി എന്താ? സൈറ്റ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകി സഹായിക്കുക എന്നത് ട്രാഫിക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, സൈറ്റ്സിന് ആവശ്യമായ ഡാറ്റയും കാര്യങ്ങളൊക്കെ നൽകുക, അവയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ട്രാഫിക്കിന്റെ പ്രധാന കർത്തവ്യം. ഓക്കെ, സോ സൈറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി, ട്രാഫിക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ മെത്തേഡ്സിനെ പറ്റി നോക്കാം. വൈൽഡ് ലൈഫ് കൺസർവേഷൻ മെത്തേഡ്സ് മെയിൻ ആയിട്ട് 2 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. ഇൻ സിറ്റു കൺസർവേഷൻ മെത്തേഡ്സും എക്സ് സിറ്റു കൺസർവേഷൻ മെത്തേഡ്സും. ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻ സിറ്റു കൺസർവേഷൻ എന്താണെന്ന് ഇവിടെ നോക്കൂ. ഇൻ സിറ്റു കൺസർവേഷൻ അഥവാ സ്വസ്ഥാന സംരക്ഷണം, ചിലപ്പോൾ മലയാളത്തിൽ സ്വസ്ഥാന സംരക്ഷണം എന്നൊക്കെ ആയിരിക്കും. സോ നിങ്ങൾ വേർഡിങ്സ് ഒന്ന് നോക്കിയിരിക്കുക. ചിലപ്പോൾ അത് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് തന്നെ വരാനാണ് സാധ്യത. ശരി, സ്വസ്ഥാനം അഥവാ ഇൻ സിറ്റു എന്ന് വെച്ചാൽ എന്താ? ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണിത്. എന്ന് വെച്ചാൽ എന്താ?
അതായത് ഒരു ജീവി ഇപ്പോൾ വന്യജീവിയാണ്, അത് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാകാം, അല്ലെങ്കിൽ ഒരു ജലാശയത്തിൽ ജീവിക്കുന്ന ജീവിയാകാം. അതിൻ്റെ എക്കോസിസ്റ്റം എന്താണോ, അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്താണോ, അവിടെ തന്നെ അതിനെ കൺസർവ് ചെയ്യുന്ന രീതിയാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇൻ സിറ്റു, അതിനുള്ളിൽ തന്നെ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആ വേർഡിങ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനകത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്താണോ അവിടെ തന്നെ അതിനെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻ സിറ്റു കൺസർവേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് നാഷണൽ പാർക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താ നാഷണൽ പാർക്സ്. വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനായി കർശന നിയമങ്ങളോടെ പരിപാലിക്കുന്ന വലിയ പ്രദേശങ്ങളാണ് നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സെപ്പറേറ്റ് നാഷണൽ പാർക്കിനെ പറ്റിയുള്ള ക്ലാസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വന്യജീവി സങ്കേതങ്ങൾ. ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ വന്യജീവി സങ്കേതങ്ങൾ. ഓക്കെ, പ്രത്യേക ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ. ഓക്കെ, നമ്മളൊരു നേരത്തെ വെസ്റ്റേൺ ഗാർഡ്സ് പഠിച്ചപ്പോഴോ ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചെങ്കുറിഞ്ഞി എന്ന് പറഞ്ഞൊരു സ്പീഷീസിന്റെ സംരക്ഷണാർത്ഥം തുടങ്ങിയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ശെന്തുരുണി പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അതുപോലെ പ്രത്യേക ജീവിവർഗങ്ങളെയോ സസ്യലതാദികളോ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഓക്കെ, ഇത് ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയും. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാ, നാഷണൽ പാർക്സ് ഏതൊക്കെയാന്നൊക്കെ. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്താ? ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം അവിടുത്തെ ജനങ്ങളുടെ സുസ്ഥിര വികസനവും ഉറപ്പാക്കുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ. ഇത് നാഷണൽ പാർക്ക് പോലെയോ വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെയോ ഒരു ചെറിയ പ്രദേശമല്ല. ഇത് ചിലപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ 3, 4, 5 ജില്ലകൾ ചേർന്നാവാം. അങ്ങനെയുള്ള വളരെ വലിയ ഒരു പ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ്. ഇവിടെ വൈൽഡ് ലൈഫ് മാത്രമല്ല, മനുഷ്യനും ഉണ്ടാവും, എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ബയോസ്ഫിയർ റിസർവിനെ പറ്റി പറഞ്ഞു. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബയോസ്ഫിയർ റിസർവുകൾ നോക്കാം. കേരളം പ്രധാനമായിട്ടും 2 ബയോസ്ഫിയർ റിസർവുകളുടെ ഭാഗമാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോസ്ഫിയർ റിസർവാണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണെന്ന് ഞാൻ പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ ഭാഗമാണ് നമ്മുടെ ഹിൽ സ്റ്റേഷൻസ് ആയിട്ടുള്ള ഊട്ടി ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ട്, വയനാട്, ഇതൊക്കെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായിട്ട് കേരളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓക്കെ, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. ഓക്കെ ആണല്ലോ? ശരി. നെക്സ്റ്റ് കേരളത്തിലുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അഗസ്ത്യമല എവിടെയാണെന്ന് തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാം. അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഒക്കെ പോകുന്നവരായിരിക്കും, പോയിട്ടും ഉണ്ടാവും ചിലവർക്ക്. ശരി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലുമായി വ്യാപിച്ചു കിടക്കുന്നതാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, ശരി. ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് വളരെ വലിയ ഭൂപ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 2 സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ 2, 3 സംസ്ഥാനങ്ങളിലോ 2, 3, 4 ജില്ലകളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഈ ബയോസ്ഫിയർ റിസർവിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോർ ഏരിയ, അതായത് ഇതിന്റെ കാതലായിട്ടുള്ള ഏരിയ, കാതൽ മേഖല എന്ന് വെച്ചാൽ എന്താ? കർശനമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ ഒരു ഇടപെടലും അനുവദിക്കാത്ത പ്രദേശമാണ് കോർ ഏരിയ. സോ ഒരു ബയോസ്ഫിയർ റിസർവിന്റെ കോർ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസും അനുവദിക്കില്ല, അത് കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഏരിയ ആണ് കോർ ഏരിയ, കാതൽ മേഖല എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവിന്റെ. ഓക്കെ, മറ്റൊരു ഭാഗമാണ് ബഫർ സോൺ. ഇത് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. കുറച്ച് നാൾ മുമ്പ് വയനാട്ടിലൊക്കെ ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു, ബഫർ സോൺ കൂട്ടാൻ പോകുന്നു, ബഫർ സോണിനെ പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താണ് ബഫർ സോൺ? അതായത് നമ്മളെ കോർ ഏരിയയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം. ഇവിടെ ഗവേഷണം, വിദ്യാഭ്യാസം, നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ്. എന്നാൽ കൃഷി, വിനോദസഞ്ചാരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബഫർ സോണിൽ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇതിനിടെ ഒരു റീസെന്റ് ആ ഒരു സമരമൊക്കെ ഉണ്ടായത് ആ ഒരു ഭാഗത്ത്. കാരണം ബഫർ സോണായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ അതായത് കാട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനോ ഒന്നും അനുവദിക്കില്ല ആ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ബഫർ സോൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ശരി. ബഫർ സോൺ പഠിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഗവേഷണം, വിദ്യാഭ്യാസം ഈ ഒരു ആവശ്യങ്ങൾക്ക് ബഫർ സോണിൽ പ്രവർത്തനങ്ങൾ അനുവദിക്കും. ഓക്കെ, മറ്റു കാര്യങ്ങളൊന്നും ബഫർ സോണിലും അനുവദിക്കില്ല. ശരി. ഇനി ബഫർ സോണിനും പുറത്തുള്ള ഏറ്റവും പുറമേയുള്ള ഒരു ഭാഗമാണ് ഒരു ബയോസ്ഫിയർ റിസർവിന്റെ സംക്രമണ മേഖല അഥവാ ട്രാൻസിഷൻ സോൺ. ഓക്കെ, ശരി. ഏറ്റവും പുറമേയുള്ള ഭാഗം, ഇവിടെ
സുസ്ഥിര രീതിയിലുള്ള കൃഷി, വിനോദസഞ്ചാരം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഏർപ്പെടാം. ഓക്കെ, അപ്പം 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏറ്റവും സെൻട്രലുള്ള ഭാഗമാണ് കോർ ഏരിയ. അവിടെ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസ് അനുവദിക്കില്ല. അതിന് പുറത്തുള്ള ഭാഗമാണ് ബഫർ സോൺ. ബഫർ സോണിൽ എന്താ? വിദ്യാഭ്യാസം, ഗവേഷണം ഇന്ന ആവശ്യങ്ങൾക്ക് പ്രവർത്തനങ്ങളെല്ലാം അനുവദിക്കും. എന്നാൽ കൃഷിയും വിനോദസഞ്ചാരവും ഒന്നും ബഫർ സോണിലും പറ്റില്ല. ഏറ്റവും പുറത്തുള്ള മേഖലയാണ് ട്രാൻസിഷൻ സോൺ. ട്രാൻസിഷൻ സോണിൽ കൃഷി, വിനോദസഞ്ചാരം ഇതൊക്കെ ലിമിറ്റഡ് ആയിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പാണ് മെയിനായിട്ട് കൺസർവേഷൻസ് ഉള്ളത്, ഇൻ സിറ്റു, എക്സ് സിറ്റു. ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കാവുന്നതാണ്. ഇൻ സിറ്റു എന്താ? ഇൻ സിറ്റു, ഇൻ സൈറ്റ്, അങ്ങനെ ഓർത്തിരിക്കുക, സൈറ്റിനകത്ത്. അതേപോലെ എക്സ് സിറ്റു എന്താ? എക്സിറ്റ്, എക്സിറ്റ് എന്ന് ഓർത്തിരിക്കുക. അതായത് അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ആ നെയിം വെച്ച് തന്നെ ഓർത്തിരിക്കുക. അതിൽ തന്നെ ഒരു എക്സിറ്റ് എന്നുള്ള ടൂൺ വരുന്നുണ്ടല്ലോ, എക്സ് സിറ്റു കൺസർവേഷൻ. ഓക്കെ, ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നു. ഓക്കെ, സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ പുറത്ത് സംരക്ഷിച്ച് പരിപാലിക്കുന്ന രീതിയാണ് എക്സ് സിറ്റു കൺസർവേഷനുകൾ. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സുവോളജിക്കൽ പാർക്ക്. നിങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഏതെങ്കിലും സുവോളജിക്കൽ പാർക്കൊക്കെ? മൃഗങ്ങളെ സംരക്ഷിക്കുകയും അവയുടെ വംശവർദ്ധനവിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ് സുവോളജിക്കൽ പാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഇതും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന ഉദ്യാനങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഓക്കെ, പിന്നെന്താ? ജീൻ ബാങ്ക്, സീഡ് ബാങ്ക്. അതായത് ജീൻസും സീഡ്സ് ഒക്കെ ക്യാരി ചെയ്യുന്നത്, അതായത് അടുത്തൊരു ഇതിലേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ് ജീൻ ബാങ്കുകൾ, സീഡ് ബാങ്കുകൾ. ജീവികളുടെയും സസ്യങ്ങളുടെയും ജനിതക വസ്തുക്കൾ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്ക്, സീഡ് ബാങ്ക് തുടങ്ങിയവ. ഇവയ്ക്ക് എന്താ? എക്സ് സിറ്റു കൺസർവേഷൻസ് ആണ്. കാരണം ഇവ ആ ജീവിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലല്ല, അതിന് പുറത്താണ് ഇവർ സംരക്ഷിക്കുന്നത്. ഓക്കെ, പ്രത്യേകമായിട്ട് ഒരു ബൊട്ടാണിക്കൽ ഒരു സുവോളജിക്കൽ പാർക്കിലേക്ക് ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത് അതിന്റെ ആവാസ വ്യവസ്ഥയിലാണോ? അല്ല. സോ അങ്ങനെ ഇത് ഓർത്തിരിക്കുക. ഇത് വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. എല്ലാവരും ഫോളോ ചെയ്യുക. താങ്ക് യു.